ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്കർ. അപ്പോൾ എനിക്കറിയാം കുറേ നാളുകളായി ഞാനിപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഓൾമോസ്റ്റ് ഒരു 10 to 12 ഡേയ്സ് ആയെന്ന് എനിക്കറിയാം. സോ അതിനുള്ള കാരണം ഞാൻ ടെലിഗ്രാമിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫാദർ കഴിഞ്ഞ 18th മരിച്ചിരുന്നു. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഉള്ള ഒരു ഇതിലിരിക്കുമായിരുന്നു ഞാൻ. എന്താണ് പറയണ്ടേ, ആക്ച്വലി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ബട്ട് പെട്ടെന്ന് ബുദ്ധിമുട്ട് കൂടി അങ്ങനെയാണ് ഡെത്ത് സംഭവിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് RRB എഴുതാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നപ്പോൾ പഠിക്കുന്നുണ്ടായിരുന്നു. ബട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കുറേ ലൈഫ് അപ്ഡേറ്റ്സ് ഒക്കെ ഓരോ തവണയായിട്ട് നിങ്ങളോട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും എനിക്ക് അങ്ങനെ ഞാൻ പഠിക്കുന്നോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. സോ ഇക്കഴിഞ്ഞ എൻ്റെ അച്ഛൻ്റെ ചടങ്ങിൻ്റെ സമയം, അതായത് 11th അന്നായിരുന്നു ഈ എക്സാം എന്ന് പറയുന്നത്. സോ എഴുതുന്നില്ല എന്ന് വെച്ചു. ബട്ട് എല്ലാവരും എന്നോട് പറഞ്ഞു, പോയി എഴുത്, പ്രിലിംസ് കിട്ടിയതല്ലേ, മെയിൻസ് പോയി എഴുതെന്ന് എല്ലാവരും ഇങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തത് കൊണ്ട് പോയി ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാമെന്ന് ഓർത്താണ് പോയി ഈ എക്സാം എഴുതിയത്. അപ്പോൾ ആദ്യം ഫാദർ ഇൻ ലോ, പിന്നെ ഫാദർ, അങ്ങനെ മൊത്തത്തിൽ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സെപ്റ്റംബർ മാസം മുതൽ തന്നെ ഇങ്ങോട്ടുള്ള എൻ്റെ സ്റ്റഡീസ് എല്ലാം ഓൾമോസ്റ്റ് ഒരു രീതിയിൽ ഇങ്ങനെ അങ്ങ് മൊത്തത്തിൽ ഡൗൺ ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് കറണ്ട് അഫെയർസും കാര്യങ്ങളും ഒന്നും ഞാൻ പ്രത്യേകിച്ച് പഠിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. കമ്പ്യൂട്ടർ ആണെങ്കിലും കുറേ വീഡിയോസൊക്കെ കാണുന്നുണ്ടായിരുന്നു. എന്നാലും ആ ടൈം ആയപ്പോഴേക്കും അങ്ങനെയൊന്നും പഠിക്കാനൊന്നും പറ്റിയില്ല. സോ റീസണിംഗ് ആണ് ഫസ്റ്റ് എക്സാമിന് വന്നിരുന്നത്. റീസണിങ്ങിൽ എക്സാം എന്ന് പറയുന്നത് എന്താണ്, ചെയ്ത് പഠിച്ചവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇൻപുട്ട് ഔട്ട്പുട്ടിൽ കുറച്ച് നേരം ഇരുന്ന് എനിക്ക് ആ ഒരുൻ്റെ കുറച്ച് സ്റ്റക്കായി എന്ന് പറയാനില്ല, ആ ഒരു അത് ഡീകോഡ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം പോയി. അത് സ്പീഡില്ലായിരുന്നു. കാരണം ഇത്രയും നാളത്തെ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ മോക്കൊന്നും ഞാൻ ഒറ്റ മോക്ക് പോലും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട്, സിലോജിസം, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ക്രിട്ടിക്കൽ റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല. ഒരു പസിൽ ഡെസിഗ്നേഷൻ വൈസ് ചെയ്തിട്ടുള്ള ആ ഒരു പസിൽ അറ്റംപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഒരു ബ്ലഡ് റിലേഷനിൽ ഞാൻ സ്റ്റക്കായി. ബ്ലഡ് റിലേഷൻ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് കുറച്ചൊരു സ്റ്റക്കായിപ്പോയി ബ്ലഡ് റിലേഷനിൽ. ദെൻ അതുപോലെ തന്നെ ഒരു പസിലും കൂടി ഞാൻ ചെയ്തിരുന്നു, ഏതാണെന്ന് കറക്റ്റ് ഓർക്കുന്നില്ല. പസിലാണ് 2 ചെയ്തത്, പിന്നെ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ടും ചെയ്തു. അതല്ലാണ്ട് ബാക്കി വന്ന ക്വസ്റ്റ്യൻസ് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. സോ ഒരു പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ടായിരുന്നു, അത് ചെയ്തു. അത് അവസാന നിമിഷത്തിലാണ് അത് ചെയ്തത്. അത് എനിക്ക് ആൻസർ കിട്ടിയിരുന്നു. ദെൻ ഒരു ഡെസിഗ്നേഷൻ വൈസ് പസിലുണ്ടായിരുന്നു, അതാണ് ചെയ്തത്. സോ ടോട്ടൽ ഞാൻ അറ്റംപ്റ്റ് ചെയ്തതെന്ന് പറയുന്നത് 18 റീസണിങ്ങിൽ അറ്റംപ്റ്റ് ചെയ്തിരുന്നത്. ദെൻ നെക്സ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് കമ്പ്യൂട്ടർ അവയർനെസ് ആയിരുന്നു. കമ്പ്യൂട്ടർ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒത്തിരിയും എന്താണ് പഠിച്ചിട്ടില്ലായിരുന്നു. പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു കമ്പ്യൂട്ടർ. എന്നാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്തവണ വന്നിട്ടുണ്ടായിരുന്നത്. സോ കമ്പ്യൂട്ടറിൽ ഞാൻ അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത് 16 അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ കുറേയൊക്കെ എന്താണെങ്കിലും റോങ് കാണുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ജനറൽ അവയർനെസ് ആണ്. ജനറൽ അവയർനെസ്സിൽ ആക്ച്വലി എന്താണ് സിമ്പിൾ 1-liner ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കൂടുതലും സ്റ്റാറ്റിക് പോർഷൻസ് ആണ് ഞാൻ ചെയ്തത്. സ്റ്റാറ്റിക് പോർഷൻസ് ആണ് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, 10 അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് നെഗറ്റീവ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷാണ് ഉണ്ടായിരുന്നത്. ഇംഗ്ലീഷ് ആക്ച്വലി ഒരു ഈസി ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് അത്യാവശ്യം ഡുവബിൾ ആയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം വായിച്ചപ്പം പാസേജ് മാത്രം കുറച്ച് ട്രിക്കി പോലെ തോന്നി. എന്നാലും പാസേജ് ആണെങ്കിലും ഒന്ന് മനസ്സിരുത്തി വായിച്ച് നോക്കുവാണെങ്കിൽ ആൻസർ ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു എക്സാം ആയിരുന്നു ഇംഗ്ലീഷിൻ്റെത്. പിന്നെ ഇഡിയംസും ഫ്രേസസും ഒക്കെ വന്നിട്ടുള്ള റീപ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിരുന്നു, എന്നാലും ഞാനത് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇംഗ്ലീഷിൽ എൻ്റെ അറ്റംപ്റ്റ്സ് എന്ന് പറയുന്നത്
9 ആണ് ഔട്ട് ഓഫ് 40. ദെൻ കമ്മിങ് ടു ക്വാൺസിൽ ആക്ച്വലി ഞാൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ക്വാൺസിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഫോക്കസ് കിട്ടിയില്ല. എൻ്റെ മൈൻഡ് കുറേ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ എക്സാം ഹാളിലാണ് ഇരിക്കുന്നതെന്ന് പോലും എനിക്ക് ചിന്തിക്കാൻ വയ്യാത്ത രീതിയിൽ എൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഞാൻ ഒന്നാമത് നല്ല സൈലൻസ് ആണല്ലോ എക്സാം ഹാളിൽ. അതുകൊണ്ട് തന്നെ പല ചിന്തകൾ കയറി വന്നു എനിക്ക്. ആക്ച്വലി ഞാൻ എക്സാം ഹാളിലാണെന്ന് പോലുമുള്ള ബോധത്തിലല്ല ഞാൻ ഇരുന്നത്. ദെൻ ആ ഒരു DI വന്നിട്ടുണ്ടായിരുന്നു, ഒരു കേസ് ലൈറ്റ് ഉണ്ടായിരുന്നു, 2 DI ഉണ്ടായിരുന്നു. ഒരു ബാർ ഗ്രാഫിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു, ദെൻ ഒരു പൈ ചാർട്ടിൻ്റെ DI ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മിസ്സിംഗ് നമ്പർ ഉണ്ടായിരുന്നു. ദെൻ ക്വാണ്ടിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ കണ്ടില്ല. അതല്ലാണ്ട് പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് അരിത്മെറ്റിക് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ എന്താണ് കുറേ ആ ഒരു DIയിലൊക്കെ കുറച്ച് സ്റ്റക്കായിപ്പോയി. DI ചെയ്ത് അത് എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, ബട്ട് എനിക്കത് ആൻസറിലോട്ട് എത്തിക്കാൻ എനിക്ക് സാധിച്ചില്ല. സോ ഞാൻ ക്വാൺസിൽ അതിന് വളരെ പുവറായിട്ടുള്ള അറ്റംപ്റ്റാണ് ഞാൻ കൊടുത്തത്. ഞാൻ ക്വാൺസിലാകെ 7 അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അറിയാമല്ലോ, ഞാൻ പല റീസൺസ് പറഞ്ഞു, അതൊന്നും വലിയ കാര്യം, അതായത് നമ്മളുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ റീസൺസ് അല്ല, എന്നാൽ പോലും എനിക്ക് ക്വാൺസ് 7 അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയുള്ളൂ. സോ എൻ്റെ ടോട്ടൽ അറ്റംപ്റ്റ്സ് എന്ന് പറയുന്നത് 90 ആണ്. നമുക്കറിയില്ല എങ്ങനെയാണ് കട്ട് ഓഫ് എന്നും, അതുപോലെ തന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് എത്രത്തോളം ശരിയാണെന്നും ഒന്നും എനിക്കറിയില്ല. വലിയ ഹോപ്പ് ഞാൻ വെക്കുന്നുമില്ല, ബട്ട് എന്നാലും ഹോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ 90 ഉള്ളത് കൊണ്ട് തന്നെ ചെയ്തതൊക്കെ ഏകദേശം കറക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആകെ ഒരു കമ്പ്യൂട്ടറിലും GL മാത്രമാണ് എനിക്കൊരു സംശയമുള്ളത്, ബാക്കി റീസണിങ് ഒക്കെ ശരിയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എൻ്റെ ടോട്ടൽ അറ്റംപ്റ്റ്സ് എന്ന് പറയുന്നത് 90 ആണ്. ആൻഡ് അത് ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ എക്സാം ഒന്ന് അറ്റംപ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇനി അടുത്തത് RRB ക്ലർക്കിൻ്റെ മെയിൻസ് ആണ്. ബട്ട് RRB ക്ലർക്കിന് ഞാൻ 68 ആണ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് നോർമലൈസേഷനൊക്കെ നല്ല റോൾ പ്ലേ ചെയ്യുമായിരിക്കും, എന്നാലും എനിക്ക് RRB ക്ലർക്ക് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. സോ RRB ക്ലർക്ക് അത്യാവശ്യം കിട്ടുമെന്നുള്ളൊരു വിശ്വാസമുള്ളവരൊക്കെ അടുത്ത മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ദെൻ RB അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്, അത് ഈ ഒരു ജാനുവരിയിൽ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ 2026 ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ആയിരിക്കും RB അസിസ്റ്റൻറ്റ്. അത്യാവശ്യം നല്ലൊരു വേക്കൻസീസ് കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ എനിക്ക് കുറേ പേര് മെയിൽസ് പല കാര്യങ്ങളും ചോദിച്ച് മെയിൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് ഞാൻ പതിയെ റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ റിപ്ലൈ കിട്ടാഞ്ഞതിൽ എന്നോടൊന്നും തോന്നരുത് കേട്ടോ. സോ അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി ആശ്വാസവാക്കുകളായിട്ടൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു, അവർക്കൊക്കെ എൻ്റെ വലിയ താങ്ക്സ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.